2025 റോയൽ റംബിൾ ഇതാ വന്നിരിക്കുകയാണ്. അതായത് WWE ആദ്യത്തെ മെയിൻ ഷോ. നമുക്ക് ഈ റോയൽ റംബിളിൽ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, ആരാണ് റോയൽ റംബിൾ വിജയിക്കാൻ ചാൻസ് ഉള്ളത്, അത് എന്തൊക്കെ പ്രഡിക്ഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്, അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വെച്ച് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് പ്രഡിക്ഷനിലേക്ക് കിടക്കാനപ്പോൾ നമുക്ക് ഡേറ്റും ടൈമും നോക്കാം. അതായത് ഈ റോയൽ റംബിൾ 2025 നമുക്ക് എപ്പോൾ ഇന്ത്യയിൽ കാണാൻ പറ്റും, ഇന്ത്യൻ സമയം എപ്പോഴാണ് ലൈവായിട്ട് കാണാൻ സാധിക്കുക എന്നൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫെബ്രുവരി 2 രാവിലെ 4:30 നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോണി ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും മറക്കാതെ തന്നെ ലൈവ് കാണാം. പിന്നെ റിപ്പീറ്റഡ് ഷോ രാവിലെ 9:30 കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ഷോയിലെ ഫസ്റ്റ് മാച്ച് നടക്കാൻ ചാൻസ് ഉള്ളത് DIY വേഴ്സസ് മോട്ടോർ സിറ്റി മിഷൻ ഗൺസ് തമ്മിലുള്ള ആ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ചിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് DIY തന്നെ സ്റ്റിൽ അവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യും എന്നതാണ്. പിന്നീട് കുറച്ച് റൂമേഴ്സ് പറയുന്നത് ആ ഒരു മാച്ചിൽ മോട്ടോർ സിറ്റി മിഷൻ ഗൺസ് വിൻ ചെയ്തതിന് ശേഷം DIY ടീം ബ്രേക്കപ്പ് ആകാനും ജോണി ഗർഗാനയ്ക്കും ആ ഒരു സിയാമ്പയ്ക്കും തമ്മിലുള്ള ആ ഒരു റെസ്ൽമെൻ്റെ മാച്ച് നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെയാണ്. സോ ഇതൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എൻ്റെ പ്രഡിക്ഷൻ ഞാൻ പറയുന്നത് DIY തന്നെ സ്റ്റിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യുമെന്നതാണ്. ഷോയുടെ അടുത്തായിട്ട് നടക്കാനിരിക്കുന്ന മാച്ചാണ് 30 വുമൻസ് റോയൽ റംബിൾ മാച്ച്. ഈ ഒരു മാച്ചിൽ വിൻ ചെയ്യാൻ ചാൻസ് ഉള്ള വ്യക്തികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരാണ് ശക്തമായിട്ട് വീഴുന്നത്. അതായത് ചാർലോട്ട് ഫ്ലെയറും ESK. പക്ഷേ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ESK തന്നെ ഈ ഒരു 30 വുമൻസ് റോയൽ റംബിൾ വിൻ ചെയ്യുമെന്നാണ്. പിന്നെ ബെക്കി ലിഞ്ചിൻ്റെ പേരും പറയുന്നുണ്ട്, പക്ഷെ അത് കേൾക്കണ്ട. 2 പേരാണ് ശക്തമായിട്ട് വരുന്നത്, ചാർലോട്ട് ഫ്ലെയറും ESK. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ESK തന്നെ ആ ഒരു റോയൽ റംബിൾ വിൻ ചെയ്തിട്ട് റെസ്ൽമേനിയ ഒരു മാച്ച് ഉറപ്പിക്കാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ പ്രഡിക്ഷൻ ESK തന്നെ വിൻ ചെയ്യും എന്നാണ്. സോ വുമൻസ് റോയൽ റംബിളിൽ നമുക്ക് റിട്ടേൺ കാണാൻ സാധിക്കുന്ന കുറച്ച് താരങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ AJ Lee നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് അലക്സ ബ്ലിസ്, അങ്ങനെയുള്ള കുറച്ച് താരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ TNA ഉള്ള കുറച്ച് റെസ്ലേഴ്സിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തായിട്ട് നടക്കാൻ ചാൻസ് ഉള്ള ഒരു മാച്ചാണ് കോഡി റോഡ്സും കെവിൻ ഓൺസും തമ്മിലുള്ള ആ അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഈ ഒരു മാച്ചിൻ്റെ സ്റ്റിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാഡർ മാച്ചായിട്ടാണ് WWE സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പണ്ട് ജോൺ സീനയ്ക്കും ബ്രാൻഡിയായിട്ടും ഒരു മാച്ച് ഉണ്ടായിരുന്നു, ലാഡർ മാച്ച്, അത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി. ആ ഒരു സെയിം മാച്ച് ആയിരിക്കും ഇത്, സെയിം സ്റ്റിപ്പുലേഷൻ മാച്ച്. ഈ ഒരു മാച്ചിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ആരാണോ ആ ഒരു ലാഡറിൻ്റെ മുകളിൽ കയറി ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നത് അവരായിരിക്കും വിജയമായിട്ട് പ്രഖ്യാപിക്കുക. മാച്ചിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗംഭീര മാച്ച് ആയിരിക്കും, ഒന്നും പറയാനില്ല. അത് ആയിരിക്കുമല്ലോ, കാരണം 2 മെയിൻ ഇവന്റ് റെസ്ലേഴ്സാണ്, 2 പേര് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന റെസ്ലേഴ്സാണ്, നമുക്കറിയാം. ഈ ഒരു മാച്ചിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാറിനപ്പുറം എന്ത് റേറ്റിംഗ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മാച്ചിൽ ഇപ്പോഴേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു മാച്ചായിരിക്കും ഇത്. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കോഡി റോഡ്സ് തന്നെ സ്റ്റിൽ ചാമ്പ്യൻഷിപ്പ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പായി മുന്നോട്ട് പോകുന്നതാണ്. കാരണം കെവിൻ ഓൺസ് ജയിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കാനും ചാൻസ് ഉണ്ട്, പക്ഷേ ഒരു സ്റ്റോറി ലൈനും ഒരു ഫ്യൂഡിയോട് നമ്മൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ ജയിക്കാൻ ചാൻസ് ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ കോഡി റോഡ്സ് തന്നെ ഈ ഒരു മാച്ചിൽ വിൻ ചെയ്യുന്നതാണ്. സോ എൻ്റെ പ്രഡിക്ഷൻ അമേരിക്കൻ നൈറ്റ്മെയർ കോഡി റോഡ്സ് തന്നെ ഈ ഒരു മാച്ചിൽ സ്റ്റിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പായി മുന്നോട്ട് പോകും എന്നാണ്. ഷോയുടെ മെയിൻ ഇവൻ്റായിട്ട് നടക്കാൻ ചാൻസ് ഉള്ള ഒരു മാച്ചാണ് 30 മെൻ റോയൽ റംബിൾ മാച്ച്. ഈ ഒരു മാച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അമേരിക്കൻ നൈറ്റ്മെയർ കോഡി റോഡ്സ് ആയിരുന്നു വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്, നമുക്കറിയായിരുന്നു. പക്ഷേ ഈ ഒരു റോയൽ റംബിൾ എല്ലാവരും കട്ടയ്ക്കാണ് നിൽക്കുന്നത്. അതായത് ഞാൻ 4 പേരെ ലിസ്റ്റാക്കി തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നിൽക്കുന്ന ചാൻസ് ജോൺ സീന, സെക്കൻഡ് CM പങ്ക്, തേർഡ് റോമൻ റെയിൻസ്, ഫോർത്ത് ഡ്രൂ മക്കൻഡയർ. ഇങ്ങനെയാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ അതിൽ എന്തായാലും ഒരാൾ വിൻ ചെയ്യൂ റോയൽ റംബിളിൽ. സോ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ജോൺ സീന ഈ ഒരു റോയൽ റംബിൾ വിൻ ചെയ്യും എന്നാണ്. സോ ജോൺ സീന റോയൽ റംബിൾ വിൻ ചെയ്തിട്ട് റെസ്ൽമേനിയ ഒരു മാച്ച് ഉറപ്പിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ജോൺ സീന കഴിഞ്ഞാൽ പിന്നെ വിജയിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് CM പങ്കാണ്. CM പങ്ക് ആ ഒരു ടൂർണമെൻറ്റ് റോയൽ റംബിൾ ജയിച്ചിട്ട് റെസ്ൽമേനിയ ഒരു മാച്ച് ഉറപ്പിക്കാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ എൻ്റെ പ്രഡിക്ഷൻ ജോൺ സീന, സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നത് CM പങ്ക്. സോ ഇവർ രണ്ടുമാണ്. പിന്നീട് റോമൻ റെയിൻസ്, ഡ്രൂ മക്കൻഡയറും ഉണ്ട്, ഞാൻ വേറെ പറയുന്നില്ല. സോ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ജോൺ സീന തന്നെ ആ ഒരു മാച്ച് വിൻ ചെയ്യും എന്നതാണ്. സോ എൻ്റെ പ്രഡിക്ഷൻ ജോൺ സീന. നമുക്ക് ഈ റോയൽ റംബിളിൽ ആരെയൊക്കെ പ്രതീക്ഷിക്കാം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ AJ സ്റ്റൈൽസിൻ്റെ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് NXTയിലെ കുറച്ച് റെസ്ലേഴ്സിനെ പ്രതീക്ഷിക്കാൻ സാധിക്കും. പിന്നീട് TNAയിൽ നമുക്ക് കുറച്ച് റെസ്ലേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് കുറച്ച് റൂമേഴ്സ് കേൾക്കുന്നത്. റോയൽ റംബിളിൽ നമുക്ക് റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാൻഡി ഓർട്ടൻ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഒരു കോഡി റോഡ്സിൻ്റെ മാച്ച് മെയിൻ ഇവൻ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോയൽ റംബിളിൽ റാൻഡി ഓർട്ടനെ കാണാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു കെവിൻ ഓൺസിൻ്റെ മാച്ച് മെയിൻ ഇവൻ്റ് അല്ലെങ്കിൽ നമുക്ക് റോയൽ റംബിളിൽ റാൻഡി ഓർട്ടനെ തീർച്ചയായും പ്രതീക്ഷിക്കാം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.
സോ ഇതൊക്കെയാണ് എൻ്റെ റോയൽ റംബിൾ പ്രഡിക്ഷൻ. സോ നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ എൻ്റെ പ്രഡിക്ഷനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഡിക്ഷൻ ഉണ്ടോ, അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.